الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. കഴിഞ്ഞ കാല സമൂഹങ്ങൾ, ആ സമൂഹങ്ങൾ വിവിധങ്ങളായ ശിക്ഷകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുണ്ട്. ആ ശിക്ഷകളെ നമുക്ക് രണ്ട് രൂപത്തിൽ കാണാം. അതിലൊന്ന് സമ്പൂർണമായ നാശം, ഒരാൾ പോലും ശേഷിക്കാതെ സമ്പൂർണമായി നശിപ്പിച്ചു കളയുക. നൂഹ് നബിയുടെ ജനത നശിപ്പിക്കപ്പെട്ടതുപോലെ ആദ് സമൂഹവും അതുപോലെ തന്നെ സമൂദ് സമുദായവും ഒക്കെ നശിപ്പിക്കപ്പെട്ടത് അങ്ങനെ. രണ്ടാമത്തെ രൂപം സമ്പൂർണമായ നാശമല്ല, എന്നാൽ സമൂഹത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ശിക്ഷയായിരിക്കും. അത് പ്ലേഗ് പോലെ, പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ മറ്റു ചില വിപത്തുക്കളൊക്കെ അടങ്ങുന്ന രൂപത്തിൽ ശിക്ഷിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ സഞ്ചരിച്ചാൽ ഇത്തരം ഗൗരവതരമായ ചില വിഷയങ്ങളെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്.
എന്തിനാണ് അത്തരം കഥകൾ, ചരിത്രങ്ങൾ ഖുർആനിൽ അല്ലാഹു പറയുന്നത്? പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും നിങ്ങൾക്ക് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ കഥാവിവരണത്തിൽ നിന്ന് ഗുണപാഠമുണ്ട്. ധാരാളം പാഠങ്ങൾ നിങ്ങൾക്കതിലുണ്ട്. ആർക്ക്? ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക്. കാര്യങ്ങളെ യഥോചിതം മനസ്സിലാക്കി വിലയിരുത്തുന്ന ബുദ്ധിമാന്മാരായ ആളുകൾക്ക് അതിൽ നിന്നൊക്കെ പാഠങ്ങളുണ്ട്. അല്ലാത്ത ആളുകൾക്കത് ഭൂമി ലോകത്തുണ്ടാകുന്ന പ്രകൃതിയുടെ വികൃതികളെന്നോ മറ്റോ വിളിച്ചുകൊണ്ട് അതിനെ നിസാരവൽക്കരിക്കാം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഷയത്തെ അപഗ്രഥിച്ചുകൊണ്ട് പറയുന്നത് വഇന്നമാ ഖസ്സല്ലാഹു അലൈനാ ഖിസസ മൻ ഖബലനാ മിനൽ ഉമം ലിതകൂന ഇബ്റതൻ ലനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ചരിത്രം, ആ കഥകൾ അല്ലാഹു നമുക്ക് വിവരിച്ചു തരുന്നത് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ആ കഥ വായിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരും? അദ്ദേഹം പറയാണ് ഫനുസബ്ബിഹു ഹാലനാ ബിഹാലിഹിം വനഖീസു അവാഖിറൽ ഉമം ബിഅവാഇലിഹാ. ഇപ്പോൾ നിലകൊള്ളുന്ന, ഇപ്പോഴുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അവസ്ഥകളെ മുൻകഴിഞ്ഞു പോയ സമൂഹത്തിന്റെ അവസ്ഥയുമായി തുലനം ചെയ്യുകയും പിൽക്കാലക്കാർ ആദ്യകാലക്കാരുടെ വിഷയങ്ങളുമായി സമരസപ്പെടുത്തി നോക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഫയകൂനുൽ മുഅ്മിനി മിനൽ മുതഅഖിരീന ശിബ്ഹൻ ലിമാ കാന മിനൽ മുഅ്മിൻ മിനൽ മുതഖദ്ദിമീൻ. അപ്പോൾ ഇന്ന് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് കടന്നുപോയ വിശ്വാസികളിൽ ചില താരതമ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. വയകൂനുൽ കാഫിരി വൽ മുനാഫിഖി മിനൽ മുതഅഖിരീന ശിബ്ഹൻ ബിമാ കാന ലിൽ കാഫിരി വൽ മുനാഫിഖി മിനൽ മുതഖദ്ദിമീൻ. കഴിഞ്ഞ കാലത്ത് കടന്നുപോയ അവിശ്വാസികളും കപടന്മാരുമായ ആളുകൾ ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്ന അവിശ്വാസികളും കപടന്മാരുമായ ആളുകളുമായി ചില സാമ്യങ്ങൾ, ചില സമരസപ്പെടലുകൾ നമുക്ക് കാണാൻ കഴിയും. അത് മനസ്സിലാക്കിയെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞകാല സമൂഹങ്ങളുടെ ചരിത്രങ്ങളെ പഠിപ്പിച്ചു തന്നത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്റെ മജ്മൂഉ ഫത്താവയിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ഞാനത് പറയുന്നത് ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? മുസ്ലിം സമുദായം, ഈ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്ത് എല്ലാ മേഖലകളിലും മുസ്ലിം ഉമ്മത്ത് നാശോന്മുഖമാകാനുള്ള കാരണം എന്താണ്? ഒരുപക്ഷെ കമ്മ്യൂണിറ്റി ബേസ് നോക്കിയാൽ ലോകത്ത് ഒന്നാം ഭാഗത്തേക്ക് എത്താൻ വേണ്ടി ശക്തമായി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായം. പക്ഷെ മറ്റു പല മേഖലകൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം സമുദായം താഴോട്ട് പോകുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ശക്തമായ പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശക്തമായ ശിക്ഷയും അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്തിന് സംഭവിച്ച അപജയം എന്താണ് എന്ന് പരിശോധിക്കേണ്ടതില്ലേ? അവിടെയാണ് ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഉമ്മത്ത് താഴേക്ക് പോയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഉമ്മത്ത് നാശത്തിലേക്ക് എത്തുന്നത്? അതിൽ ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചു. അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഇദാ ഫുതിഹത് അലൈക്കും ഫാരിസ് വറൂം അയ്യു ഖൗമിൻ അൻതും. പേർഷ്യയും റോമും ഒക്കെ വിജയിച്ചടക്കി, അതിനെല്ലാം അതിജയിച്ച് എല്ലാത്തിനെയും വിജയിച്ച് നിങ്ങൾ എത്തിപ്പെട്ടാൽ, അങ്ങനെ വിജയിച്ച് കടന്നു വന്നാൽ ഏത് ഖൗമായിരിക്കും നിങ്ങൾ? അയ്യു ഖൗമിൻ അൻതും, നിങ്ങൾ ഏത് ജനതയായിരിക്കും? അപ്പോൾ
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് മറുപടി പറയുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഖൂലു കമാ അമറനാ അല്ലാഹ്. നബിയെ, റോമിനെയും പേർഷ്യയും ഒക്കെ ജയിച്ചടക്കി ഞങ്ങൾ വിജയശ്രീലാളിതരായി നിന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് കൽപ്പിച്ചത് എന്താണോ അതിനനുസരിച്ച് തന്നെ ഞങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ നിലക്ക് നന്മ നിലകൊള്ളുന്നവരായിരിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഗൈറ ദാലിക്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അതല്ലാത്തൊരു മാർഗമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോളൂ. തതനാഫസൂൻ ثم تتحاسدون ثم تتدابرون ثم تتباغضون. വിശാലമായ ഒരു ഹദീസിനെ കുറിച്ച് ഭാഗമാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അങ്ങനെ നിങ്ങൾ എല്ലാവരെയും ജയിച്ചടക്കി ഒരു വലിയ സമൂഹമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ഐഹിക ജീവിതത്തിന് വേണ്ടിയുള്ള കിടമത്സരമായിരിക്കും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ പരസ്പരം അസൂയാലുക്കളായി മാറും. പിന്നെ നിങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കാൻ പോകും, പരസ്പരം പിന്നോട്ട് പോകും. പിന്നെ നിങ്ങൾ പരസ്പരം വിദ്വേഷമുള്ളവരായി മാറും. ഈ ഉമ്മത്ത് എങ്ങനെ നശിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത്. ഈ ഉമ്മത്തിന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം, സാമ്പത്തിക സ്രോതസ്സുകളിൽ മുൻപന്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഒരുപക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജനസംഖ്യാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്ത് എന്തു പറ്റിപ്പോയി? അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയായിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തുൻ വാഹിദ വ അന റബ്ബുകും ഫഅ്ബുദൂൻ വതഖത്തഉ അംറഹും ബൈനഹും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രയോഗം. ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തുൻ വാഹിദ വ അന റബ്ബുകും ഫഅ്ബുദൂൻ. ഈ സമുദായം ഒറ്റ സമുദായമാണ്, ഏക സമുദായമാണ്. നിങ്ങളുടെ റബ്ബ് ഞാനാണ്, ആകയാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും. മനുഷ്യ സമൂഹത്തിന്റെ പ്രത്യേകത. എന്നിട്ട് ഖുർആൻ അവിടെ നിർത്തിയില്ല, അവസാനം ശേഷം പറഞ്ഞ വാക്ക് എന്താണ്? വതഖത്തഉ അംറഹും ബൈനഹും. പക്ഷേ അവരുടെ കാര്യം അവർക്കിടയിൽ അവർ കണ്ടം തുണ്ടമാക്കി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് ഖുർആൻ പറഞ്ഞ മറ്റൊരു സ്ഥലത്ത് കണ്ടം തുണ്ടമാക്കി. ഈ ഉമ്മത്തിനെ കഷ്ണങ്ങളാക്കി മുറിച്ചു, പല കാര്യങ്ങൾക്കും പല കാരണങ്ങൾക്കും വേണ്ടി. ഏക സമൂഹം എന്ന് വിളിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ പരസ്പരം വിദ്വേഷവും പരസ്പരം പിന്നോട്ട് മാറലും പരസ്പരം അസൂയയും കിടമത്സരങ്ങളുടെയും മേഖലയായി മാറി. കഴിഞ്ഞകാല സമൂഹം നശിപ്പിക്കപ്പെടാൻ കാരണമായത് ഈ ഉമ്മത്തിനും വന്നു ഭവിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നതല്ലേ അവസ്ഥ? അല്ലേ? ഇന്നതല്ലേ അവസ്ഥ? പരസ്പരം കണ്ടാൽ ഒരാൾക്ക് ഖൈർ വരുന്നത് മറ്റേയാൾക്ക് കണ്ടൂടാ, അപ്പോഴേക്ക് അസൂയ മൂക്കുകയാണ്, വെറുതെ വിദ്വേഷം വെച്ച് പുലർത്തുകയാണ്. ഒരു കാര്യത്തിനും ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനോ പറയാനോ കഴിയാത്ത തരത്തിലേക്ക് ഈ ഉമ്മത്ത് പിന്നോട്ട് മാറുന്നു. തീർത്തും ഭൗതികമായ കാര്യലാഭങ്ങളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം അതാണ്, ഐഹിക ലോകത്തിന് വേണ്ടിയുള്ള കിടമത്സരവും അതിൽ ധാരാളിത്വവും അന്തസ്സും മാഭിജാത്യവും പറയുന്ന തരത്തിലേക്ക് ഈ സമുദായം മാറിപ്പോയാൽ ഈ സമുദായം അത് നശിക്കാനുള്ള കാരണമാകുമെന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന 2-3 ആയത്തുകളിൽ ചോദ്യമുണ്ട്. ഖുർആൻ ചോദിക്കാൻ, ഖുൽ അറഅയ്തകും ഇൻ അതാകും അദാബുല്ലാഹി ബഗ്തതൻ ഔ ജഹ്റതൻ ഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ.
നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? നിങ്ങൾ പറയുവിൻ. പറയുക, നബിയെ നീ പറയുക, ചോദിക്കുക, അറഅയ്തുക്കും, നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? ഇൻ അതാകും അദാബുല്ലാഹി ബഗ്തതൻ ഔ ജഹറതൻ, അല്ലാഹുവിന്റെ ശിക്ഷ പെടുന്നനെ അല്ലെങ്കിൽ പരസ്യമായി തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ, അക്രമികളായ സമൂഹമല്ലാതെ നശിപ്പിക്കപ്പെടുമോ? നിങ്ങളത് പറഞ്ഞു തരീ. അക്രമികളായ സമൂഹമല്ലാതെ നശിപ്പിക്കപ്പെടുമോ? നാശത്തിന് കാരണം അക്രമികളായ സമൂഹമായി മാറുന്നു എന്നതാണെന്ന് ഖുർആൻ. മറ്റൊരായത്തിൽ കാണാം, ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, ദുർനടപ്പുകാരായ സമൂഹമല്ലാതെ നശിപ്പിക്കപ്പെടുമോ? മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ. അല്ലാഹു പറയാണ്, അത് നാം അവർക്ക് പ്രതിഫലം നൽകിയതാണ്. എന്തിന്? ബിമാ കഫറു, അവർ നന്ദികേട് കാണിച്ചത് നിമിത്തം അവർക്ക് നാം പ്രതിഫലം നൽകിയതാണത്. വഹൽ നുജാസി ഇല്ലൽ കഫൂർ, നന്ദി കെട്ട ഈ അവിശ്വാസികൾക്കല്ലാതെ ഇപ്രകാരം നാം പ്രതിഫലം നൽകുമോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ച, അല്ലാഹു നിഷിദ്ധമാക്കിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന അത്തരം ആളുകൾക്കല്ലാതെ ശിക്ഷയുണ്ടാകുമോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം. അല്ലാഹുവിന്റെ ചോദ്യം, പ്രിയപ്പെട്ടവരെ, സമൂഹത്തിലേക്ക് തിന്മ ശക്തമായി കടന്നു വരുമ്പോൾ, ആ തിന്മ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ, അത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ കടന്നു വരുമ്പോ, നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ വ്യാപകമാകുമ്പോ, ആ തിന്മക്ക് സമരസപ്പെട്ട് നിന്നു കൊടുക്കുന്ന ആളുകൾ, അവർക്കല്ലാതെ ശിക്ഷ കിട്ടുമോ എന്ന റബ്ബിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ, ഒരു സമൂഹത്തിൽ അധാർമിക പ്രവർത്തനങ്ങൾ, തിന്മകൾ വ്യാപകമായി കഴിഞ്ഞാൽ ആ സമൂഹത്തിലേക്ക് ശിക്ഷ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ പത്നിയാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, മഹദി അവர்கள் റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ ഭയവിഹ്വലനായി വീട്ടിലേക്ക് കടന്നു വന്നു. അറബികൾക്കിതാ ഒരു ആസന്നമായ ഒരു നാശം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി കടന്നു വന്ന് സംസാരിക്കുന്നുണ്ട്. ഉമ്മു സലമ ബീവി റസൂലുള്ളാഹിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് പറയുമ്പോൾ ഉമ്മു സലമ ബീവി പറയുന്നൊരു വാക്കിതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ളഹറത്തിൽ മആസി ഫി ഉമ്മതി അമ്മഹുമുല്ലാഹു അസ്സ വജല്ല ബിഅദാബിൻ മിൻ ഇൻദിഹി. ഇദാ ളഹറത്തിൽ മആസി ഫി ഉമ്മതി, എന്റെ ഉമ്മത്തിൽ തിന്മകൾ പ്രകടമായാൽ, അമ്മഹുമുല്ലാഹു അസ്സ വജല്ല ബിഅദാബിൻ മിൻ ഇൻദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുത്തുനിന്നുള്ള ഒരു ശിക്ഷ കൊണ്ട് അവരെ വ്യാപകമാക്കുമെന്നാണ്. ആ സമൂഹത്തിൽ ശിക്ഷ വ്യാപകമാകും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടതാണ്. ഒരു സമൂഹത്തിൽ തിന്മ വ്യാപിച്ചാൽ ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കും. സൈനബ് ബിൻത് ജഹ്ഷ്, മഹദി അവர்கள் പറഞ്ഞൊരു വാക്കുണ്ട്. മഹദി അവர்கள் ചോദിച്ചു റസൂലുള്ളാഹിനോട്. എന്താ ചോദിച്ചത്? നബിയെ, അനുഹ്ലികു വഫീനാ സ്വാലിഹൂൻ, നബിയെ, ഞങ്ങളെ കൂട്ടത്തിൽ സച്ചരിതരായ ആളുകൾ ഉള്ളപ്പോൾ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ? അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഞങ്ങളെ നശിക്കുമോ? ഞങ്ങളെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങൾ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ കസുറൽ ഖബസ്, ഇദാ കസുറൽ ഖബസ്, തിന്മ, വൃത്തികേട് സമൂഹത്തിൽ വ്യാപിച്ചാൽ, അധികമായാൽ, അക്കൂട്ടത്തിൽ നല്ല ആളുകൾ ഉണ്ടെങ്കിലും ശരി, ആ സമൂഹത്തിന് ശിക്ഷയുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ മഹദി അവരെ നമുക്ക് പഠിപ്പിച്ചു തരിക. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ ശ്രദ്ധിച്ചു, മുസ്ലിം സമുദായത്തെ എടുത്തു പരിശോധിക്കുക.
ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാമൂടിക്കെട്ടലുണ്ട്. എങ്ങനെ? കാണാൻ പറ്റാത്തൊരു കെട്ട്, കാണാൻ പറ്റാത്തൊരു കെട്ട്. വാ കെട്ടിയിട്ടുണ്ട്, പക്ഷെ അത് കാണൂല. എന്താ ഞാൻ പറഞ്ഞത്? തിന്മകൾക്കെതിരെ പ്രതികരിക്കുക എന്ന വിഷയത്തിൽ മുസ്ലിം സമുദായം മുന്നിൽ നിൽക്കേണ്ടവരാണ്. കാരണം കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ഇത് അല്ലാഹുവിന്റെ കലാം. നിങ്ങൾ ഉത്തമ സമുദായമായി വിരാജിക്കും. നിങ്ങളാണ് ഉത്തമ സമുദായം. എന്താ നിങ്ങളുടെ ക്വാളിറ്റി? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. സദാചാരം കൽപ്പിക്കും, ദുരാചാരത്തെ നിങ്ങൾ എതിർക്കും. വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. പരിണിതി നിങ്ങൾ ബേജാറാവില്ല. ഇത് ഉമ്മത്തിന്റെ ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി നഷ്ടമാകുന്നില്ല ഉമ്മത്തിന്. മിണ്ടണില്ല, മിണ്ടാൻ പേടിയാണ്. സ്വന്തം കുടുംബത്തിന്റെ ഉള്ളിൽ തിന്മ നടക്കുമ്പോൾ പറയാൻ രക്ഷകർത്താവിന് ഭയമാണ്. സ്വന്തം സമൂഹത്തിൽ തിന്മകൾ വ്യാപിക്കുമ്പോൾ പറയാൻ മടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. അത് പറഞ്ഞു പോയാൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ വലിയ കുറ്റക്കാരാണ്. ഇവിടെ മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന സംഘടനകളും പാർട്ടികളും അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രവർത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടമാടുമ്പോൾ അതിനെ ചോദ്യം ചെയ്തു പോയാൽ ആ ചോദ്യം ചെയ്യുന്നവൻ കുറ്റക്കാരനായി മാറുന്ന ആധുനിക കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനം. ഈ സമൂഹം നശിക്കാൻ ഇനി വേറെ നോക്കേണ്ടതില്ല. അതിങ്ങനെ ഈ വെള്ളത്തിലിട്ട പഞ്ചസാര പോലെ, ഉപ്പ് പോലെ അലിഞ്ഞലിഞ്ഞ് വെള്ളത്തിന്റെ ഭാഗമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഭാഗമാവാൻ തത്രപ്പാടിലാണ്. എന്തിനും സമരസപ്പെട്ടു കൊടുക്കാവുന്ന തരത്തിലേക്ക് പാകപ്പെടുന്നു. മിണ്ടാൻ പറ്റാത്ത രൂപത്തിൽ വായകൾ മൂടിക്കെട്ടപ്പെടുന്നു. ഗൗരവത്തിൽ കാണണം. അപ്പോ 4-5 ആളുകൾ നല്ലവരാണെന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തെ ശിക്ഷിക്കാതിരിക്കുന്നില്ല എന്നാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. അനുഹ്ലികു വഫീന സ്വാലിഹൂൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടല്ലോ നബി, അപ്പൊ എങ്ങനെ ഞങ്ങൾ നശിപ്പിക്കാം? നഅം ഇദാ കസറ ഫീഹിൽ ഖബ്സ് വഇദാ കസറ അൽ ഖബ്സ്. അവരിൽ മാലിന്യം, തോന്നിയവാസം, വൃത്തികേട് വർദ്ധിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വചനം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് ഓതി കേൾപ്പിച്ചു തന്നുകൊണ്ട് തന്നെ അത് വിശദീകരിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഓരോരുത്തരും ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന അൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ആ വിഷയം എടുത്തു കൊടുത്തത് കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുഷിക്കുൽ ഖുറ അൻ തുഖർരിബ വഹിയ ആമിറ. ഒരു ഗ്രാമം ആൾപ്പാർപ്പുണ്ടായിക്കൊണ്ടിരിക്കെ തന്നെ അത് തകർന്നു പോകുന്നു. ആളുകൾ ജനവാസ മേഖലയായിരിക്കെ തന്നെ ഒരു ഗ്രാമം തകർന്നടിയുന്നു, തകരാൻ പോകുന്നു എന്ന് പറഞ്ഞു. കേട്ടാൾ ചോദിച്ചു, അതെങ്ങനെയാണ് ആളുകളൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രാമം നശിക്കുക? ആളുകളൊന്നും ഗ്രാമത്തിലില്ലെങ്കിൽ അവിടെയുള്ള വസ്തുക്കളൊക്കെ നശിച്ച് തകർന്നു പോയിക്കൊണ്ടിരിക്കാം. പക്ഷേ
ആളുകളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കെ എങ്ങനെയാണ് ഗ്രാമം തകരുക? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞ വാക്കിതാണ്: ഇദാ അലാ ഫുജ്ജാറുഹാ അബ്റാറഹാ വസാദൽ ഖബീലത മുനാഫിഖൂഹാ. അടിവരയിട്ട് വെക്കേണ്ട വാക്കാണത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്: ഇദാ അലാ ഫുജ്ജാറുഹാ അബ്റാറഹാ. ആ ഗ്രാമത്തിലെ നല്ല ആളുകളെ തെമ്മാടികൾ അതിജയിച്ചാൽ, ഒരു ഗ്രാമത്തിലെ നല്ല ആളുകളെക്കാൾ തെമ്മാടികൾ അധികരിച്ചു വന്നാൽ, അഥവാ നല്ല ആളുകളെ തെമ്മാടികൾ അതിജയിച്ചാൽ, വസാദൽ ഖബീലത മുനാഫിഖൂഹാ. ആ ഗ്രാമത്തിലെ കപടനായ ഒരുത്തൻ ആ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ, ഒരു ഗ്രാമത്തിന് നേതൃത്വം കൊടുക്കാനായി കപടനായ ഒരു മനുഷ്യനാണ് വരുന്നതെങ്കിൽ ആ രാജ്യം ആളുകൾ ഉണ്ടായിരിക്കെ തന്നെ തകരും. ഇത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കതാണ്: ഇന്നന്നാസ ഇദാ റഅൂ ളാലിമ ഫലം യഖുദു അലാ യദൈ ഔശക അൻ യഉമ്മഹും അല്ലാഹു ബിഅദാബ്. ഒരു കൂട്ടം ആളുകൾ അവർ അക്രമിയെ കാണുന്നുണ്ട്, ആ നാട്ടിൽ അക്രമം വിതയ്ക്കുന്ന അക്രമിയെ കാണുന്നുണ്ട്. അവരാവട്ടെ അക്രമം ചെയ്യാതിരിക്കാൻ അവന്റെ കൈക്ക് പിടിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവന്റെ ശിക്ഷ ആ സമൂഹത്തെ ഒന്നാകെ വ്യാപിപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിം സമുദായം ഏറ്റവും ഉന്നതമായ സമൂഹമാണെന്ന് ഖുർആൻ പറയുന്നു. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, 5 നേരം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സകാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുക എന്ന വൈയക്തിക പ്രവർത്തനങ്ങൾ അവർ നടപ്പിലാക്കുന്നു എന്നത് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത്, അതിൻ്റെയും അപ്പുറത്ത് അവർ കൃത്യമായ ഒരു ഐഡന്റിറ്റി ഉള്ളവരാണ്. അതെന്താണ്? സകലമാന നന്മകളെയും സകലമാന ഖൈറാത്തുകളെയും പരിപോഷിപ്പിക്കുകയും അത് കൽപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് ഗുണകരമായി കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ സകലമാന തിന്മകളോടും രാജിയാവുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുന്നവരാണ് അവർ. അത് ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കപ്പെട്ടു പോയിക്കൂടാ. പല രൂപത്തിൽ തിന്മകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പല മേഖലകളിലും തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആ മേഖലകളിലെല്ലാം ശക്തമായ ഇടപെടൽ വിശ്വാസി സമൂഹത്തിന് ബാധ്യതയുണ്ട്. അത് സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. കാരണം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വരെ പിടിമുറുക്കിയ ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താന്റെ പേരെന്താണെന്നറിയുമോ? അതാണ് ആത്മീയ നിരീശ്വരവാദം. ആത്മീയ നിരീശ്വരവാദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ആത്മീയതയും നിരീശ്വരവാദവും എങ്ങനെയാ രണ്ടൊന്നാകാൻ? ആത്മീയ നിരീശ്വരവാദം എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ശൈത്താൻ, ഒരു വലിയ തിന്മ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ മുതിർന്നവരിൽ, അല്ലല്ല നമ്മുടെ മുസ്ലിം സംഘടനകളിൽ വരെ അതിന്റെ ആളുകൾ കടന്നുകൂടുകയും അവർ അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വെറും വർത്താനല്ല. നിങ്ങൾ വേണമെങ്കിൽ പതുക്കെ പോയിട്ട് സെർച്ച് ചെയ്തോളി, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ. ഈ സമുദായത്തെ നശിപ്പിക്കുവാൻ, ഈ സമുദായം ഇല്ലാതെയാകാൻ, ഇതിന്റെ പുതുതലമുറ വെറും ചണ്ടികളായി മാറാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കണ്ണും കാതും തുറന്നുണർന്നിരിക്കണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. സ്വന്തം വീട്ടിന്റെ ഉള്ളിലും സമൂഹത്തിലുമൊക്കെ വളരെ ശക്തമായി വിജിലന്റായി നിന്നിട്ടില്ലെങ്കിൽ ഈ സമുദായത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ പിൻതലമുറ ഒന്നുമല്ലാത്തവരായി മാറിപ്പോകുമെന്ന് ഗൗരവത്തിൽ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയിൽ എപ്പോഴും ആദ്യം
ജുമാക്കെത്തിക്കൊണ്ടിരുന്ന ഒരു സഹോദരി, അവർ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ച് അങ്ങനെ തന്നെ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ പരിശുദ്ധ ദീനിനെ നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ ദൃഢീകരിക്കുന്ന സന്താനങ്ങളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അവർക്കെല്ലാവർക്കും അള്ളാഹു സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.